ദൈവനാമത്തിന് മഹത്വം. UK-യിൽ ഹ്രസ്വമായ ഒരു സന്ദർശനത്തിന് എത്തിയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ചർച്ചക്കോട് കേരള സ്റ്റേറ്റിൻ്റെ ഓവർസിയർ പാസ്റ്റർ Y. റെജിയാണ് ഈ അഭിമുഖത്തിൽ നമ്മോടൊപ്പമായിരിക്കുന്നത്. സ്വാഗതം. കർത്താവിൻ്റെ ദാസനെ താങ്കളുടെ കുടുംബ പശ്ചാത്തലവും ശുശ്രൂഷയിലേക്ക് ഇറങ്ങുവാനുള്ള സാഹചര്യവും ഒന്ന് അറിയിക്കാമോ? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ UK വിസിറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന സമയം ചർച്ച് ഓഫ് ഗോഡ് UK-യിലുള്ള ചർച്ച് ഓഫ് ഗോഡിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാരിൽ കർത്താവിൻ്റെ ദാസൻ ടോൾവർത്ത് ചർച്ച് ഓഫ് ഗോഡിൻ്റെ പാസ്റ്ററായിരിക്കുന്ന തോമസ് ജോർജ് പാസ്റ്ററോടും പ്രിയപ്പെട്ടവരോടും കൂടെ ഇങ്ങനെ ഒരു അഭിമുഖത്തിൽ സംബന്ധിക്കുവാൻ കർത്താവ് ഒരു അവസരം തന്നതിൽ ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളോടുകൂടെ അല്പസമയം ചെലവിടുവാൻ എനിക്കും വളരെ താല്പര്യത്തോടെ ഞാനും ആയിരിക്കുന്നു. എൻ്റെ പേര് ഓർപ്പിച്ചതുപോലെ പാസ്റ്റർ Y. റെജി. ഞാൻ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു ശുശ്രൂഷകനാണ്. 1993 ഞാൻ മൗണ്ട് സെവൻ ബൈബിൾ കോളേജിൽ കർത്താവിൻ്റെ വചനം പഠിക്കുവാൻ കടന്നുപോയത്. 94 മുതൽ ഞാൻ അന്നത്തെ നേതൃത്വം അയക്കുന്ന സ്ഥലങ്ങളിൽ ശുശ്രൂഷകന്മാരോടുകൂടെ സീനിയർ പാസ്റ്റേഴ്സിൻ്റെ കൂടെ സഹകരിച്ച് കർത്താവിൻ്റെ വേലയിൽ അവരോടുകൂടെ ശുശ്രൂഷകൾക്ക് ഒക്കെ നിയോഗത്തോടെ കടന്നു പോകാൻ ഇടയായി. 95 ദൈവഹിതപ്രകാരം പഠനത്തോടുള്ള ബന്ധത്തിൽ തന്നെ എറണാകുളം ജില്ലയിലെ പറവൂരിന് സമീപമുള്ള ചേന്നമംഗലം എന്ന സ്ഥലത്തേക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് കടന്നു പോകാൻ ദൈവം സഹായിച്ചു. കഴിഞ്ഞ 31 വർഷം അവിടെ ചേന്നമംഗല സഭയുടെ ശുശ്രൂഷയിലായിരിക്കാൻ ദൈവം ഇടയാക്കി. ഒരു മിഷൻ സ്റ്റേഷനായിട്ട് ആരംഭിച്ച ആ പ്രവർത്തനം ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ ഏറ്റവും മനോഹരമായ നിലയിലുള്ള അനുഗ്രഹീതമായ ഒരു സഭയായി വളരുവാൻ ദൈവം കൃപ നൽകി. ആത്മാക്കളെ ദൈവം നൽകി. ഒരു ആരാധനാലയത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും മറ്റ് സംവിധാനങ്ങളും എല്ലാം ദൈവം അവിടെ നൽകാനിടയായി. നല്ല ഒരു വലിയ ആത്മീയ കൂട്ടായ്മ ദൈവം അവിടെ തന്നു. അതാണ് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ എൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട് സഭാ ശുശ്രൂഷയിൽ ഞാനായിരുന്നത്. കഴിഞ്ഞ 31 വർഷം ആ സഭയുടെ പാസ്റ്ററായിരുന്നു. എന്നാൽ എൻ്റെ കുടുംബ പശ്ചാത്തലം, ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടതെല്ലാം പത്തനാപുരത്തും ഒറ്റക്കല്ലിലും പുനലൂരുമാണ്. 77 എൻ്റെ മാതാവ് ഈ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരികയും അന്നത്തെ കുടുംബ പശ്ചാത്തലത്തിൽ അവരുടെ കുടുംബ പശ്ചാത്തലം ഈ വിശ്വാസത്തിൽ അവരെ ഉൾക്കൊള്ളുവാൻ കഴിയാത്തത് കൊണ്ട് അവരുടെ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിർത്തപ്പെടുകയും അങ്ങനെ ഞങ്ങൾ മഞ്ഞമൺകാല എന്ന് പറയുന്നൊരു സ്ഥലത്ത് വന്ന് താമസിപ്പാനിടയായി. അന്ന് മുതൽ മഞ്ഞമൺകാലയിലുള്ള ചർച്ച് ഓഫ് ഗോഡിൻ്റെ സഭയുമായി ബന്ധപ്പെട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയായി. ബാല്യം മുതൽ ഈ പ്രസ്ഥാനവുമായി ഈ സഭാ സമൂഹവുമായി ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഈ സഭാ സമൂഹത്തോടുള്ള ആ ഒരു സന്തോഷവും അതിനോട് ചേർന്നുള്ള പ്രവർത്തനവും ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. മാതാവ്, പിതാവ്, എനിക്ക് 2 സഹോദരങ്ങളുണ്ട്. എനിക്ക് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന ആ സാഹചര്യങ്ങളിൽ കൂനമ്മാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ IPC സഭയിലൊരു സഹോദരിയെ വിവാഹം കഴിക്കുകയും അനുഗ്രഹീതരായ 2 കുഞ്ഞുങ്ങളും മൂത്ത മകൻ അവനും കുടുംബവുമായി ഇന്ന് ഞങ്ങളെല്ലാം ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. അങ്ങനെ കുടുംബ പശ്ചാത്തലത്തിൽ അങ്ങനെ കർത്താവ് എത്രത്തോളം കൊണ്ടുവന്നു. ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിൻ്റെ ഓവർസിയർ എന്നുള്ളത് ഒരു പദവി എന്നതിൽ ഉപരി അതൊരു നിയോഗമാണ്, അതൊരു ശുശ്രൂഷയാണ്. എങ്ങനെയാണ് പാസ്റ്റർക്ക് ഈ ഒരു പദവിയിൽ അല്ലെങ്കിൽ സ്ഥാനത്തെത്തുവാൻ ഒരു കാരണമായത്? ദൈവസഭയുടെ ഓവർസിയറായിരുന്ന അനുഗ്രഹീത ദൈവദാസൻ നിത്യതയിൽ വിശ്രമിക്കുന്ന PV സാറിൻ്റെ കാലത്താണ് ഞാൻ മുളക്കുഴയിൽ ദൈവവചനം പഠിക്കാൻ കടന്നു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ, അദ്ദേഹം പാർക്കുന്ന ഭവനത്തിൽ അദ്ദേഹത്തിന് സഹായമായിട്ട് ഞങ്ങളെ ഡ്യൂട്ടിക്ക് അസൈൻ ചെയ്യും. അന്ന് മുതൽ ദൈവസഭാ നേതൃത്വം ദൈവസഭയുടെ പ്രവർത്തനങ്ങളിൽ നൽകുന്ന എല്ലാ സംഭാവനകളും
കേട്ടും കണ്ടും വളർന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ദൈവസഭയുടെ ചുമതല, ഓവർസർ എന്നുള്ള ചുമതല ഒരു നിയോഗമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഒരിക്കലും ഒരധികാരമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നേക്കാൾ കഷ്ടതയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഭാരങ്ങളും അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ദൈവദാസന്മാർ, ഒരു നൂറ്റാണ്ട് കാലത്തെ അവരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇന്ന് കാണുന്ന ഈ വലിയ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗത്ത് ദൈവം എന്നെ നിർത്തുവാനിടയായി. എന്നാൽ എന്നേക്കാൾ കൂടുതൽ കർത്താവിന് വേണ്ടി അധ്വാനിച്ചവരും ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചവരും ബുദ്ധിമുട്ടുകളും പട്ടിണികളും ഒക്കെ അനുഭവിച്ചിട്ടും അവർ ഉൾപ്പെട്ട് നിന്ന സ്ഥലങ്ങളിൽ കർത്താവിന് വേണ്ടി നിന്ന് സഹിക്കാനും പ്രവർത്തിക്കാനും തയ്യാറായതുകൊണ്ടാണ് ഇന്ന് ഈ പ്രസ്ഥാനം വളരുവാനിടയായത്. അവരെല്ലാവരും അനുഗ്രഹീതരാണ്, അവരെല്ലാവരും ശക്തരാണ്, അവരെല്ലാം ആത്മാഭിഷേകത്തോടെ കർത്താവിൻ്റെ വേല ചെയ്തവരാണ്. എന്നാൽ എല്ലാവർക്കുമൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലേക്കുള്ള നിയോഗം ലഭിക്കുന്നില്ല. നൂറ്റാണ്ട് പ്രവർത്തന പരിചയമുള്ള ഈ സഭയ്ക്ക് എനിക്ക് മുൻപ് 10 സ്റ്റേറ്റ് ഓവർസർമാരുണ്ടായിരുന്നു. 11ാമതിനായിട്ട് എന്നെയും ദൈവം നിയോഗിച്ചു. അവിടെ നമ്മുടെ ബന്ധങ്ങളോ കഴിവുകളോ അല്ലെങ്കിൽ നമ്മുടെ സാമർഥ്യങ്ങളോ ഒന്നുമല്ല. അത് ഒരു ദൈവ നിയോഗവും തിരഞ്ഞെടുപ്പും മാത്രമാണ്. അത് തിരഞ്ഞെടുപ്പ് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിലുള്ളത് ഇതൊരു അധികാരത്തേക്കാൾ കൂടുതൽ ഒരു ശുശ്രൂഷയാണെന്നുള്ള മനോഭാവത്തോടെ അത് ചെയ്യാൻ കർത്താവ് സഹായിക്കുന്നു. എന്നാൽ ഇതൊരു അധികാരത്തോടു കൂടിയല്ല, ശുശ്രൂഷ മനോഭാവത്തെ അവിടെയാണെങ്കിലും അഡ്മിനിസ്ട്രേഷൻ എന്ന നിലയിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ അതിൻ്റെതായ നിലപാടുകളും തീരുമാനങ്ങളും എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത് ഇൻ്റർവ്യൂ കേൾക്കുന്ന ഒരാൾ ചിന്തിക്കും, ശുശ്രൂഷ മനോഭാവമുള്ള ഒരാൾ എങ്ങനെയായിരിക്കണമെന്നുള്ള നിഗമനവും ഏതെങ്കിലും വിഷയത്തിൽ അങ്ങനെ അല്ലല്ലോ എന്ന് കണ്ടാൽ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന നിലയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഉറച്ചും വ്യക്തവും ആയ നിലപാടുകൾ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടാകണം. അത് ഈ പ്രസ്ഥാനത്തിൻ്റെ മുൻപോട്ടുള്ള നടത്തിപ്പിന് ഞാനായാലും മറ്റൊരാളായാലും അതാവശ്യമാണ്. പാസ്റ്ററിൻ്റെ വാക്കുകളിൽ എന്നെ വളരെ സ്വാധീനിച്ച ചില വാചകങ്ങളുണ്ട്. ഇതൊരു പദവിയല്ല, ഇതൊരു നിയോഗമാണ്, ഇതൊരു ശുശ്രൂഷയാണ്. വാസ്തവമായും ഒരു പ്രസ്ഥാനത്തിന് നിലനിൽപ്പിന് നേതൃത്വം ആവശ്യമാണ്. ആത്മീക കോളത്തിലെ ഒരു വിഭാഗമെങ്കിലും ഇപ്രകാരം ഞാൻ ഉൾപ്പെടെയുള്ളവർ കരുതിയിരുന്നു. എന്തിനാണ് നേതൃത്വം? പരിശുദ്ധാത്മാവല്ലേ നയിക്കുന്നത്? അവിടെ തിരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമുണ്ടോ? അവിടെ പദവിയുടെ ആവശ്യമുണ്ടോ? ഇങ്ങനെ ചിന്തിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. ഒരു പ്രസ്ഥാനത്തിന് വ്യവസ്ഥ, നിയമങ്ങൾ, നേതൃത്വം ആവശ്യമാണോ? അതെങ്ങനെ എഫക്റ്റീവായിട്ട് മാതൃകാപരമായും പ്രവർത്തനക്ഷമതാപരമായും കൊണ്ടുപോകാൻ കഴിയും? ഇപ്പം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ പ്രസ്ഥാനമാണ്. നമുക്കറിയാം 192 രാജ്യങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. ഈ സംവിധാനത്തിന് ഒരു വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയുണ്ട്. ജനറൽ ഓവർസിയർ, മിഷൻ ബോർഡ്, അതുപോലെ ഫീൽഡ് ഡയറക്ടർ, സൂപ്രണ്ടൻ്റ്, ഓവർസിയർ, ഗവേണിംഗ് ബോഡി, അതിനുശേഷം ഡിസ്ട്രിക്ട് ഓവർസിയർമാർ, ലോക്കൽ പാസ്റ്റർമാർ, ഇങ്ങനെയുള്ള വളരെ നല്ല ഒരു സംവിധാനം ഈ പ്രസ്ഥാനത്തിനുണ്ട്. ഈ സംവിധാനങ്ങളെല്ലാം തിരഞ്ഞെടുക്കുന്നതിന് ഇത് സമൂഹത്തിൽ നിലനിൽക്കുന്നൊരു സംവിധാനമായതുകൊണ്ട് ആ സമൂഹത്തിൻ്റെ നിയമവ്യവസ്ഥതകൾക്ക് അനുസൃതമായ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു സെലക്ഷൻ ആൻഡ് എലക്ഷൻ സിസ്റ്റമുണ്ട്. അത് നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഗവൺമെൻറ്റിനും നിയമത്തിനും വിധേയപ്പെട്ടുകൊണ്ടാണ്. എന്നാൽ നമ്മുടെ സഭയുടെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗവും ആത്മാവിൻ്റെ സാന്നിധ്യവുമാണ്. എന്നാൽ അതിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൽ അതിനൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൻ്റെ വെളിച്ചത്തിൽ ഈ സ്റ്റേറ്റ് ഓവർസർ എന്ന് പറയുന്ന വ്യക്തിയെ നിയമിക്കുന്നതിന് ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ ദൈവസഭ കേരള സ്റ്റേറ്റിലെ
ക്രിഡൻഷ്യൽ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ദൈവദാസന്മാരുടെ പ്രിഫറൻസ് എടുത്ത ശേഷം ആ പ്രിഫറൻസ് ലഭിക്കുന്ന വ്യക്തി 1, 2, 3 സ്ഥാനങ്ങൾ നേടുന്നവരെ വേൾഡ് മിഷൻ്റെ പ്രതിനിധിയായ സൂപ്രണ്ടൻറ്റും ഫീൽഡ് ഡയറക്ടറും അവരെ ഇൻ്റർവ്യൂ ചെയ്ത ശേഷം അവരിൽ പ്രാപ്തരെന്നും യോഗ്യരെന്നും നേതൃത്വത്തിന് കാണുന്നവർ അവരെ നിയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ചർച്ച് ഓഫ് ഗോഡിനുള്ളത്. ആ നിയമനത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിയത്തില്ല. അങ്ങനെ നിയോഗം പ്രാപിക്കുന്ന ഒരു വ്യക്തി ഒരു സ്റ്റേറ്റ് ഓവർസർ എന്ന നിലയിൽ ആ ചുമതല വഹിക്കുന്നതിന് അവർ അനുവദിച്ചിട്ടുള്ള കാലാവധി 4 വർഷമാണ്. ആ 4 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ആ ചുമതല വഹിക്കാൻ താല്പര്യപ്പെടുകയും അദ്ദേഹത്തെ കണ്ടിന്യൂ ചെയ്യിക്കാൻ വേൾഡ് മിഷന് താല്പര്യമുണ്ടെങ്കിൽ പ്രിഫറൻസിലേക്ക് പോകുമ്പോൾ അതിൻ്റേതായ ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം നമ്മൾ അച്ചീവ് ചെയ്താൽ വീണ്ടും തുടരാം, അല്ലെങ്കിൽ ആ സ്ഥാനത്തു നിന്ന് മാറും, മറ്റൊരാളെ ആ നിലവാരത്തിൽ തിരഞ്ഞെടുത്ത് ആ ഭരണ സംവിധാനത്തിന് ആക്കുകയും ചെയ്യും. ഇതിന് വ്യവസ്ഥാപിതമായ ഒരു ഭരണ സംവിധാനവും സെലക്ഷൻ രീതിയുമുണ്ട്. അങ്ങനെയാണ് ഒരാളാകുന്നത്. എന്നാൽ ഇത് ആ സംഘടനയ്ക്ക് അല്ലെങ്കിൽ ആ സംവിധാനത്തിന് അത്യന്താപേക്ഷിതമാണ്. അത് മാറ്റാൻ പറ്റത്തില്ല. അത് അതിൻ്റെ നിലവാരത്തിൽ തന്നെ പോകും. അതെല്ലാം ദൈവാത്മാവിൻ്റെ നിയോഗത്തിലും ദൈവാത്മാവിൻ്റെ ഗൈഡൻസിലും മാത്രമേ പോകൂ. ദൈവം ആഗ്രഹിക്കുന്ന ആരാണോ അദ്ദേഹമായിരിക്കും അവിടെ വരുന്നത്. അങ്ങനെയാണ് ഇന്ന് വരെയും ആ സംവിധാനം മുൻപോട്ട് പോകുന്നത്. പാസ്റ്റർ പറഞ്ഞ ആ വാക്കുകൾ വളരെ അർത്ഥവത്താണ്. ചർച്ച് ഓഫ് ഗോഡ് എന്ന പ്രസ്ഥാനത്തിന് മാത്രമല്ല, എല്ലാ സഭകൾക്കും ഒരു നേതൃത്വം, ശക്തമായ നേതൃത്വം, അടിസ്ഥാനമുള്ള വ്യവസ്ഥകൾ ആവശ്യമാണ്. ഇല്ല എങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് ദീർഘകാലം നിലനിൽക്കാൻ കഴിയില്ല. അതിൽ സഹശുശ്രൂഷകന്മാർക്കോ വിശ്വാസ സമൂഹത്തിനോ അവിടെ ഒരു കടപ്പാടുണ്ടായില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സുശക്തമായ ഒരു പെന്തക്കോസ്ത് സംഘടനയാണല്ലോ ചർച്ച് ഓഫ് ഗോഡ്. അതിൽ കേരള സ്റ്റേറ്റ് ഓവർസിയർ എന്നുള്ള നിലയിൽ ആ വ്യവസ്ഥയ്ക്ക് അതീതമായി ദർശനങ്ങൾ നടപ്പാക്കുവാനോ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരാനോ കഴിയുമോ? ദൈവസഭയുടെ പോളിസി അനുസരിച്ച് ചർച്ച് ഓഫ് ഗോഡിനൊരു സിസ്റ്റമാറ്റിക്കായിട്ടൊരു പോളിസിയുണ്ട്. ആ പോളിസിക്ക് താഴെ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഏത് കാര്യങ്ങളും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആ പോളിസി വളരെ സുശക്തമാണ്. ദൈവവചനത്തിൻ്റെ ദൈവനിശ്വാസീയതയിൽ വളരെ ആഴമായ ഒരു വിശ്വാസ പ്രഖ്യാപനമുള്ള സഭയാണ് ചർച്ച് ഓഫ് ഗോഡ്. അതുപോലെ തന്നെ വിശുദ്ധി എന്ന വിഷയം, ദൈവവചനം പഠിപ്പിക്കുന്ന വിശുദ്ധിയെ സംബന്ധിച്ച് വിട്ടുവീഴ്ചയില്ലാതെ നൂറ്റാണ്ടുകളായിട്ട് പരിപാലിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള ചർച്ച് ഓഫ് ഗോഡ്. എന്നാൽ കേരള സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഇൻ്റർനാഷണൽ പ്രസ്ഥാനത്തിൻ്റെ പല ഘടകങ്ങളിലുമുള്ള ചില കാര്യങ്ങൾ കേരളത്തിലേക്ക് വരുമ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതെന്താ അങ്ങനെയാണ്. പിതാക്കന്മാരുടെ കാലത്ത് അവർ ഇട്ട ചില അതിർവരമ്പുകൾ, അത് ചർച്ച് ഓഫ് ഗോഡ് ഇൻ്റർനാഷണൽ പ്രസ്ഥാനത്തിൻ്റെ പോളിസിക്ക് വിധേയപ്പെട്ടുകൊണ്ട് തന്നെ ആ സംവിധാനത്തിന് വീഴ്ച വരുത്താതെ, അയവ് വരുത്താതെ ഇന്നും ചർച്ച് ഓഫ് ഗോഡിൻ്റെ പ്രവർത്തനങ്ങൾ അതിശക്തമായി തന്നെ മുൻപോട്ട് പോകുന്നു. അത് ഒന്നും കൂടെ തെളിച്ചു പറഞ്ഞാൽ, കേരള സ്റ്റേറ്റ് വിട്ടാൽ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ചില വ്യത്യാസങ്ങൾ നിങ്ങൾ കണ്ടേക്കാം. പക്ഷേ അടിസ്ഥാനപരമായ ഒരു ഉപദേശം, അത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ലോകരാഷ്ട്രങ്ങളിൽ 192 രാഷ്ട്രങ്ങളിലുള്ള ചർച്ച് ഓഫ് ഗോഡിലായാലും അടിസ്ഥാനപരമായ ഉപദേശത്തിനോ വിശ്വാസ പ്രഖ്യാപനത്തിനോ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു ഓവർസിയർക്ക് അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതിൻ്റെ വ്യവസ്ഥിതിയിൽ നിന്നുകൊണ്ട് മാത്രമേ ഏത് കാര്യവും ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കേരള സ്റ്റേറ്റ് ഓവർസിയർ എന്നുള്ള നിലയിൽ ചർച്ച് ഗോഡ് ഇൻ്റർനാഷണൽ ആ ഒരു വ്യവസ്ഥയോട് എങ്ങനെയാണ് കടപ്പെട്ടിരിക്കുന്നത്? എന്താണ് റിപ്പോർട്ടിംഗ് സിസ്റ്റം? നിശ്ചയമായിട്ടും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സ്റ്റേറ്റ്, കേരള സ്റ്റേറ്റ്,
എനിക്ക് മുൻപ് 10 ഓവർസർമാരാൽ അനുഗ്രഹീതരായ ഓവർസർമാരിൽ നയിക്കപ്പെട്ടതാണ്. 103 കൺവെൻഷൻ കഴിഞ്ഞ വർഷം ഈ ജാനുവരിയിൽ പൂർത്തീകരിക്കാനിടയായി. റോബർട്ട് പെലിസ് കുക്കിൻ്റെ കാലത്ത് അനുഗ്രഹീതനായ ദൈവദാസൻ വന്ന് ആരംഭിച്ച ആ പ്രസ്ഥാനം ചർച്ച് ഓഫ് ഗോഡ് എന്ന പ്രസ്ഥാനത്തോട് ചേർന്ന് അതിനുശേഷമുള്ള 103 വർഷം ദൈവസഭ അഭൂതപൂർവമായ ഒരു വളർച്ചയാണ് നേടിയത്. ഇന്ന് ഏകദേശം 1300-ലധികം സഭകൾ കാസർഗോഡ് മുതൽ പാറശാല വരെയും ഉണ്ട്. 1500-ലധികം പാസ്റ്റേഴ്സ് ഉണ്ട്. ലക്ഷക്കണക്കിന് വിശ്വാസികളും ഈ പ്രസ്ഥാനത്തിനുണ്ട്. അപ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. സെൻറ്റർ വൈസായിട്ട് 96 സെൻറ്ററുകൾ കേരള സ്റ്റേറ്റ് ചർച്ച് ഓഫ് ഗോഡിനുണ്ട്. ഇത് വളരെ നല്ല നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോവുകയാണ്. എന്നാൽ ഈ സംവിധാനങ്ങളെല്ലാം തന്നെ റിപ്പോർട്ടിംഗ് സിസ്റ്റം കേരള സ്റ്റേറ്റിൻ്റെ ഓവർസിയർ എന്ന നിലയിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത് എനിക്ക് മുകളിലുള്ള സൂപ്രണ്ടൻറ്റിനോടാണ്. അനുഗ്രഹീതനായ റവറൻഡ് CC തോമസ് അവറുകളാണ് ഇപ്പോഴത്തെ സൗത്ത് ഏഷ്യൻ സൂപ്രണ്ടൻറ്റ്. അദ്ദേഹം മുൻ കേരള സ്റ്റേറ്റ് ഓവർസർ ആയിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യും. എന്നാൽ സൂപ്രണ്ടിന് മുകളിൽ ഫീൽഡ് ഡയറക്ടർ ബഹുമാന്യനായ ആൻഡ്രൂ ബിൻഡ സാറുണ്ട്. അതിന് മുകളിലേക്കുള്ള അഡ്മിനിസ്ട്രേഷൻ അത് വേറൊരു ലെവലിലേക്ക് പോകുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ എൻ്റെ റിപ്പോർട്ടിംഗ് ഞാൻ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത് സൂപ്രണ്ടൻ്റ് എന്ന നിലയിൽ ബഹുമാന്യനായ CC തോമസ് സാറിനോടായിരിക്കും. അതെല്ലാ മാസവും അതിൻ്റെ റിപ്പോർട്ടിംഗ് ഉണ്ട്. കാര്യങ്ങൾ അങ്ങനെ വളരെ മോണിറ്റർ ചെയ്യപ്പെടുന്ന ഒരു സംവിധാനമാണ് ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിൻ്റെ പ്രവർത്തനം. സ്റ്റേറ്റ് എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ 8 റീജിയനുകളിൽ 8 സ്റ്റേറ്റുകളിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ഓരോ മാസവും മന്ത്ലി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് വളരെ വളരെ സുതാര്യമായ നിലയിലാണ് ആ പ്രവർത്തനങ്ങളെല്ലാം പോകുന്നത്. വളരെ സന്തോഷമുണ്ട് ദൈവസഭയുടെ വളർച്ചയെപ്പറ്റി കേട്ടത്. ചെറിയൊരു കാര്യമല്ല. 1500ഓളം ശുശ്രൂഷകന്മാർ, 1300ഓളം സഭകൾ, ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. വർഷങ്ങളുടെ കഠിന പ്രയത്നവും ദർശന സാക്ഷാത്കാരവും പ്രാർത്ഥനയുമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തിൻ്റെ ആത്മീക ഉണർവിനും സഭാ വളർച്ചയ്ക്കും പ്രത്യേകിച്ച് കേരളത്തിലെയും ഇന്ത്യയിലെയും സഭകൾക്ക് അടിസ്ഥാനമിടുവാൻ ചർച്ച് ഓഫ് ഗോഡ് എന്ന മഹനീയ പ്രസ്ഥാനത്തെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. അത് ചുരുക്കം വാക്കുകൾ അതിനെപ്പറ്റി ഒന്ന് പറയാമോ? വെയിൽസിലെ ഉണർവിന് ശേഷം അതിനോടുള്ള ബന്ധത്തിൽ ലോകമെമ്പാടും വ്യാപരിച്ച ഉണർവ്. ഞാൻ UK സന്ദർശിച്ചപ്പോൾ യുവാൻ റോബർട്ട്സിൻ്റെ വെയിൽസിലുള്ള മോറിയ ചാപ്പലിലൊക്കെ സന്ദർശിക്കാനിടയായി. ആ സന്ദർശനത്തിന് അനന്തരം അതിൻ്റെ അനന്തരഫലം ലോകമെമ്പാടും വ്യാപരിച്ച ഉണർവിൽ അനേക മിഷണറിമാർ ഇന്ത്യയിൽ പലയിടങ്ങളിലും വന്നു. റോബർട്ട് ഫെലിസ് കുക്ക് അതുപോലെ തന്നെ മറ്റനേകം മിഷണറിമാർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വന്നു. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെയും ഒക്കെ മിഷണറിമാർ ആ കാലഘട്ടത്തിൽ 1900 1800 ലാസ്റ്റ് കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ വന്നു. അങ്ങനെ അനേക പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടായി. അതിൽ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനമായിട്ട് തുടർന്നത് ഈ റോബർട്ട് ഫെലിസ് കുക്ക് എന്ന അനുഗ്രഹീത ദൈവദാസൻ്റെ പ്രവർത്തനങ്ങൾ ചർച്ച് ഓഫ് ഗോഡുമായിട്ട് ചേർന്നതിന് ശേഷമാണ്. എൻ്റെ അറിവ് അങ്ങനെയാണ്. എന്നാൽ അപ്പോൾ തന്നെ മറ്റ് പ്രവർത്തനങ്ങൾ ഇന്ത്യയിലുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ആരംഭിക്കപ്പെട്ട ശക്തമായൊരു പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം എന്ന നിലയിൽ ചർച്ച് ഓഫ് ഗോഡ് ഇന്നും അതിനൊരു മാതൃകയായി തന്നെ നിൽക്കുന്നു. അതിൽ നിന്ന് പല സംഘടനകളും സംവിധാനങ്ങളും പിന്നീട് പ്രവർത്തനത്തിലേക്ക് വരുവാനിടയായി. എന്നാൽ എല്ലാം നന്നായിട്ട് ഇന്ത്യയിലെന്നല്ല ലോകത്തെമ്പാടുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് മലയാളികളുടെ ഇടയിൽ സുവിശേഷകരെ അയക്കുന്നതിലും പാസ്റ്റേഴ്സിനെ അയക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചത് കേരളത്തിലെ പെന്തക്കോസ്ത് സമൂഹമാണ്. അത് വളരെ അഭിമാനത്തോടെ നമുക്ക് ഓർക്കാൻ സാധിക്കും. ഞാൻ മുൻപ് പറഞ്ഞ വാക്ക് ഒന്നുകൂടെ പറയാം. ഉണർവുമായി ബന്ധപ്പെട്ട് കടന്നു വന്ന മിഷണറിമാർ ആരംഭിച്ച പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ലോകത്തിൻ്റെ നാനാ കോണുകളിലേക്ക് ദൈവദാസന്മാരെ അയക്കുവാൻ കേരളത്തിലുള്ള പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ ആ ഉണർവ് ആരംഭിച്ച സ്ഥലങ്ങളിൽ ഇന്ന് അതിൻ്റെതായ പ്രവർത്തനത്തിൻ്റെ ഉണർവ് കാണുന്നില്ലെന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്.
എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ദൈവം ഉണർവ് ആരംഭിക്കും. ആ ഉണർവ് നാം അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിലനിർത്തി സൂക്ഷിച്ചില്ലെങ്കിൽ അത് വളരെ സങ്കടകരമായി തീരുമെന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യപത്രമാണ് യുണൈറ്റഡ് കിങ്ഡം എന്ന ഈ രാജ്യത്ത് വരുമ്പോൾ ഇവാൻ റോബർട്ട്സിൻ്റെ ആ ചർച്ചിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വളരെ സന്തോഷമുണ്ട് ആ വാക്കുകൾ കേട്ടപ്പോൾ. വെയിൽസിലെ ഉണർവിൻ്റെ ഒരു പകർച്ച, അല്ലെങ്കിൽ അസൂസ സ്ട്രീറ്റിൽ ഉണ്ടായ ആ ഒരു ഉണർവിൻ്റെ പകർച്ച നമ്മുടെ കൊച്ചു കേരളത്തിലേക്കും മഹനീയ ഒരു പ്രസ്ഥാനത്തിൻ്റെ അല്ല, അനേക പ്രസ്ഥാനങ്ങളുടെ തുടക്കത്തിനും വളർച്ചയ്ക്കും കാരണമായി. എൻ്റെ അറിവനുസരിച്ച് ദീർഘവർഷങ്ങൾ ദൈവസഭയുടെ യുവജന വിഭാഗത്തിൻ്റെ ഡയറക്ടറായിരുന്ന ദൈവഭൃത്യനാണല്ലോ ഇപ്പോഴത്തെ ഓസിയ പാസ്റ്റർ വൈരജി. ഇപ്പോഴത്തെ ആത്മീക കൂട്ടായ്മകൾ, സഭകൾ, പ്രസ്ഥാനങ്ങൾ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. സഭകളിൽ യുവാക്കളില്ല, ഉള്ളവരും അത്ര തീഷ്ണതയോടെ നിൽക്കുന്നില്ല. ഒരു വരണ്ട അനുഭവം യുവാക്കളുടെ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നു. എന്താണ് അതിനൊരു പരിഹാരം? അല്ലെങ്കിൽ എന്താണ് യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ഇപ്പോഴത്തെ ഓസിയർ എന്നുള്ള നിലയിൽ പങ്കുവെക്കാനുള്ളത്? ഞാൻ 77 അമ്മയുടെ കൂടെ ഇങ്ങനെ പെന്തക്കോസ്തിൽ വന്നെങ്കിലും ഏകദേശം 22 വയസ്സ് വരെയും ആ പശ്ചാത്തലത്തിൽ ജീവിച്ച ഒരാളാണ്. അന്നൊക്കെ വളരെ ആത്മാവിൻ്റെ വലിയ പ്രവൃത്തിയുള്ളൊരു സഭാന്തരീക്ഷം കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ ശക്തമായ ഉപദേശം, ദൈവഭയം, വിശുദ്ധിക്ക് വേണ്ടിയുള്ള പ്രബോധനം, ഇതൊക്കെ ശക്തമായിരുന്നു. എന്നാൽ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിച്ച അനന്തരം ആ കാലഘട്ടത്തിലെ പിതാക്കന്മാരുടെ കാലത്തിലുണ്ടായിരുന്ന കഷ്ടതകളും പട്ടിണിയും ബുദ്ധിമുട്ടും ഞെരുക്കങ്ങളും ഒക്കെ ഇന്നേക്കൊരു 25-30 വർഷങ്ങൾ, ഒരു 3 പതിറ്റാണ്ട് മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചാൽ, 3 പതിറ്റാണ്ട് മുൻപ് ഉള്ള അനുഭവങ്ങൾ പഠിച്ചാൽ അഭൂതപൂർവമായ ഒരു ഭൗതിക വളർച്ച, ഒരു മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് സകല മേഖലയിലും സഭയ്ക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ദൈവം കൊടുക്കുന്നു. ലോകരാജ്യങ്ങളിലേക്കൊക്കെ കടന്നു പോകാനുള്ള വാതായനങ്ങൾ അവർക്ക് മുമ്പിൽ തുറന്നു. അവരെല്ലാം പല രാജ്യങ്ങളിലേക്ക് അവരുടെ പഠന അനന്തരം ഉപരിപഠനത്തിനും ജോലിയോടുള്ള ബന്ധത്തിൽ കടന്നുപോയി. അത് പോകേണ്ടത് ആവശ്യമാണ്. അവരുടെ മാതൃരാജ്യത്തിൽ അവർക്ക് നിലനിൽക്കാനുള്ള അവരുടെ ഉപജീവനത്തിന് ആവശ്യമായ ജോലി സംവിധാനങ്ങളോ മറ്റു വരുമാന മാർഗങ്ങൾ കണ്ടെത്താനോ ഉള്ള സംവിധാനങ്ങൾ നമ്മുടെ സ്റ്റേറ്റിൽ കുറവാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ തലമുറകളും ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരു 35-40 വർഷങ്ങൾ കൊണ്ട് US-ലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറിപ്പാർക്കാനിടയായി. എന്നാൽ ഈ കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങൾ കൊണ്ട് യുവാക്കളായ ഒരുപാട് പേര് പഠനത്തോടുള്ള ബന്ധത്തിൽ, പണ്ട് ജോലിയോടുള്ള ബന്ധത്തിലാണ് പോകുന്നത്, പഠനത്തോടുള്ള ബന്ധത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി. അങ്ങനെ പോയത് അവരവിടെ ഇപ്പോൾ UK തന്നെ ധാരാളം പ്രിയപ്പെട്ടവർ വന്നിട്ടുണ്ട്. അവരവിടങ്ങളിൽ സഭകളായിട്ട് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, അവർ ദൈവഭയത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം യങ്സ്റ്റേഴ്സിൻ്റെ കുറവ് അവിടെയുള്ള സഭയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ട്. അത് വാസ്തവമായ കാര്യമാണ്. എങ്കിലും സഭാപ്രവർത്തനങ്ങൾ അവിടെ നിർജീവമല്ല, ശക്തമായി തന്നെ മുൻപോട്ട് പോകുന്നുണ്ട്. പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു യങ്സ്റ്റേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ ഇന്ന് സഭകളിൽ ഇല്ല എങ്കിൽ പോലും ഉള്ളവർ ആ സഭകൾ നന്നായി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് വാസ്തവമായ ഒരു കാര്യമാണ്. എന്നാൽ ഇങ്ങനെയുള്ള ഈ ഒരു മൈഗ്രേഷൻ നടക്കുകയാണെങ്കിൽ അത് നമ്മുടെ കേരള സ്റ്റേറ്റിനെ എന്നല്ല, ഇന്ത്യയിലുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാരണം മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നവരാരും തന്നെ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വരുന്നില്ല. അങ്ങനെ വരാതാകുമ്പോൾ ജനറേഷൻ ഗ്യാപ്പ് വരുന്നത് കൊണ്ട് അതൊക്കെ പല സ്ഥലങ്ങളിലും സ്റ്റോപ്പ് ചെയ്യപ്പെടാം. അത് പ്രവർത്തനമില്ലായ്മ കൊണ്ടല്ല, മറിച്ച് ജനം വിവിധ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നത് നിമിത്തം അവിടെ പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാത്തത് കൊണ്ട് കൂടിയാണ്. അവിടെ പ്രവർത്തനമില്ലായ്മയല്ല, അവിടെ പ്രവർത്തനങ്ങളുണ്ട്. എന്നാൽ നമുക്കറിയാം
ധാരാളം പേര് മൈഗ്രേറ്റ് ചെയ്യപ്പെടുക. അപ്പം അതിനനുസരിച്ചുള്ളൊരു ആത്മാക്കളുടെ വളർച്ച അവിടെ ഉണ്ടാകുന്നില്ല. കാരണം എല്ലാ സംഘടനകളും ഈ അനുഭവത്തെ ഭയത്തോടെ കാണുന്നുണ്ട്. അതുകൊണ്ട് അവരവർ, അത് സാമുദായിക സംഘടനകളായാലും എല്ലാ സംവിധാനങ്ങളായാലും, കടന്നു പോകുന്നവരുടെ എണ്ണം വലുതായതുകൊണ്ട് ഉള്ളവരെ അവരുടെ സംഘടനകളിൽ നിർത്താൻ അവർ അതിനാൽ ആവോളം അധ്വാനിക്കുന്നുണ്ട്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സഭകളിൽ യങ്സ്റ്റേഴ്സ് ഇല്ലാതിരിക്കുന്നത്. അതൊരു പരിധിവരെ സഭാ വളർച്ചയ്ക്ക് ഒരു വെല്ലുവിളി തന്നെയാണ്. എങ്കിലും വിദേശത്തേക്ക് പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ കേരള സ്റ്റേറ്റിലുള്ള പ്രവർത്തനങ്ങളെ, പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളെ ഒക്കെ സ്നേഹിക്കുന്നുണ്ട്. ഒരു പരിധിവരെ അവരുടെ കൈത്താങ്ങലും കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. സാധാരണഗതിയിൽ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾക്ക് എതിരായി അല്ലെങ്കിൽ നേതൃത്വത്തിനെതിരായി ഉണ്ടാകുന്ന ഒരു ആരോപണമാണ് പെന്തക്കോസ്ത് സഭാ നേതാക്കൾ സഭാ വളർച്ചയ്ക്ക് തൽപരരാണ്, പക്ഷേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, സമൂഹവുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾക്ക് അവർ വിമുഖത കാണിക്കുന്നു. ദൈവസഭയ്ക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓവർസിയർ എന്നുള്ള നിലയിൽ ഈ വിഷയത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ? നിശ്ചയമായിട്ടും ദൈവസഭ സമൂഹം, പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. നിർജ്ജീവമല്ല, സജീവമാണ്. എന്നാൽ അത് വലിയ പബ്ലിസിറ്റി ഇല്ലെന്നേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്നത് ഒരു 10% പേര് അവർ ചെയ്യുന്നതിനെക്കുറിച്ചുള്ളൊരു വിളംബരം ചെയ്യുമായിരിക്കാം, പക്ഷേ അത് പബ്ലിസിറ്റി ഇല്ലാതെ ചെയ്യുന്നുണ്ട്. അത് ലോക്കൽ തലങ്ങളിലും സെൻട്രൽ തലങ്ങളിലും സ്റ്റേറ്റ് തലത്തിലും സഹായം ആവശ്യമുള്ളവർക്ക് അവരുടെ മുഴുവൻ ആവശ്യങ്ങളും നിവർത്തിച്ചു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു പരിധിവരെ ഏറ്റവും നീഡിയായിട്ടുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിൽ നമ്മൾ മാത്രമല്ല എല്ലാ പ്രസ്ഥാനങ്ങളും ശ്രദ്ധയുണ്ട്. എന്നാൽ അതിനുള്ള ഒരു സാമ്പത്തിക അതായത് നമുക്കത് നേടിയെടുക്കാൻ, സാമ്പത്തികമായിട്ട് അതിനുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള പ്രസ്ഥാനങ്ങൾ പെന്തക്കോസ്തിനെ സംബന്ധിച്ച് ഇല്ല. അതൊരു സഭയ്ക്കുമില്ല. മറ്റിതര സാമുദായിക സംഘടനകൾക്ക് സ്കൂള്, ആശുപത്രി, മറ്റിതര സംവിധാനങ്ങളിലൂടെ അവർക്ക് പണസമാഹരണം നടത്താനും അത് ചാരിറ്റിക്ക് ഉപയോഗിക്കാനും സാധിക്കും. എന്നാൽ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം 100 വർഷങ്ങളെ ആകുന്നുള്ളൂ. എന്നാൽ ഇന്ന് കേരളത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സമൂഹമായി വളർന്നു. അതിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളാണ്. അപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള സഭകളെ തുലനം ചെയ്ത് പെന്തക്കോസ്ത് സഭയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തരുത്. ഇത് തുടങ്ങിയിട്ട് ഏകദേശം 100 വർഷത്തോളമേ ആകുന്നുള്ളൂ. അപ്പം 1900 വർഷങ്ങളുടെ പഴക്കമുള്ളൊരു പ്രസ്ഥാനം നടത്തുന്ന സംവിധാനങ്ങൾ എന്തുകൊണ്ട് പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിനില്ല എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഇതൊരു ശൈശവദശയാണ്. ഇതുപോലെയായിരിക്കും ആ പ്രസ്ഥാനം വന്ന് തുടങ്ങിയത്. എന്നാൽ നമ്മൾ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം തന്നെ എല്ലാ സമൂഹത്തിലേക്കും ഇറങ്ങിച്ചെല്ലത്തക്ക രീതിയിലാണ് ചെയ്യുന്നത്. കഴിയുന്നിടത്തോളം ലോക്കൽ സഭകളും സെൻട്രൽ തലത്തിലും സ്റ്റേറ്റ് തലത്തിലുമുള്ള ചാരിറ്റി നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പേഴ്സണലായിട്ട് ചെയ്യുന്നതാണ്. ഒരു സഭയായി ചെയ്യുന്നതിനേക്കാൾ ഈ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത, വ്യക്തിപരമായി ഒരാളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അയാളെ സഹായിക്കാൻ ആയിരക്കണക്കിന് ആൾക്കാരുള്ള ഒരു സമൂഹമാണ് പെന്തക്കോസ്ത് സമൂഹം. അവരത് കൃത്യനിഷ്ഠയോടെ ചെയ്യുന്നുണ്ട്. അവരത് ഇടംകൈ കൊടുക്കുന്നത് അല്ലെങ്കിൽ അവർ ചെയ്യുന്നതൊന്നും പബ്ലിസിറ്റി ചെയ്യാത്തത് കൊണ്ട് അത് പുറത്തു വരുന്നില്ലെന്നേ ഉള്ളൂ. അത് നന്നായി ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാനും അത് മനസ്സിലാക്കുന്നു. നമ്മൾ മനുഷ്യരെ ബോധിപ്പിക്കുവാനോ അല്ലെങ്കിൽ കാണിക്കുവാനോ ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ആ ഒരു വിഷയത്തിലും ആ ഒരു നിലപാട് ദേവദാസന് ഉറപ്പിച്ച പോലെ തുടരുന്നത് നന്നായിരിക്കും. അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുവൻ നിനക്ക് ചെയ്യണമെന്ന് നീ ഇച്ഛിക്കുന്നത് നീ അവന് ചെയ്യണമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. അപ്പം നമുക്കെന്താണോ ഒരാൾ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്, വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അവൻ തൻ്റെ സഹോദരനെ നോക്കുമ്പോൾ
അവൻ്റെ ബുദ്ധിമുട്ട് കാണുമ്പോൾ പൂർണ്ണമായി തീർത്തു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും പരിധിവരെ അതിനോട് വളരെ അനുഭാവപൂർണമായ മനോഭാവം കാണിച്ച് സ്നേഹിക്കാറുണ്ട്. അത് പല അനുഭവങ്ങൾ എനിക്കുണ്ട്. ഞാനും നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹം അവരെല്ലാം അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നത്. സമൂഹവുമായി ബന്ധപ്പെട്ട നമ്മുടെ മനോഭാവത്തെ പറ്റി പങ്കുവച്ചല്ലോ. നമുക്ക് ഏതളവ് വരെ സമൂഹവുമായി ബന്ധപ്പെടാൻ കഴിയും? ഞാൻ ചോദിച്ചതിൻ്റെ ഉദ്ദേശം, പല വിധത്തിലുള്ള ചൂഷണങ്ങൾ, പ്രത്യേകിച്ച് മതവിദ്വേഷങ്ങൾ ഈ കാലങ്ങളിൽ നാം നേരിടുകയാണ്. അവിടെ നമുക്കെങ്ങനെ അതിനെ നന്നായി കൈകാര്യം ചെയ്യാം? മറ്റൊരർത്ഥത്തിൽ ചോദിച്ചാൽ, എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത, കണക്കുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പെന്തക്കോസ്ത് സഭകൾ ഇന്ന് കേരളത്തിൽ തന്നെയുണ്ട്. ഈ സഭകൾ തമ്മിൽ ഒരൈക്യത ഉണ്ടാകുമോ? ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പെന്തക്കോസ്ത് വിഭാഗത്തിൻ്റെ തലവൻ എന്നുള്ള നിലയിൽ ഇതിലെന്തെങ്കിലും ഓസിയർക്ക് ചെയ്യാൻ കഴിയുമോ? ഒരു 40 വർഷം മുൻപ് കേരള സമൂഹത്തിൽ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളെന്ന് പറയുമ്പം എണ്ണപ്പെട്ട പേര് പറയുന്ന പ്രസ്ഥാനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് എല്ലാ നിലകളിലും ഈ മീഡിയ ശക്തമായതിന് ശേഷം, സോഷ്യൽ മീഡിയ ശക്തമായതിന് ശേഷം ഒരുപാട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കൂട്ടായ്മകൾ ആരംഭിച്ചിട്ടുണ്ട്. അത് കൂട്ടായ്മകളാണ്, അതൊരു സഭയല്ല. സഭയെന്ന് പറയുന്നത് അതിനൊരു അടിസ്ഥാനപരമായ ഫൗണ്ടേഷനുള്ള വളരെ സുശക്തമായൊരു ഭരണ സംവിധാനമുള്ളതിനെയാണ് സഭയെന്ന് പറയുന്നത്. ഇപ്പം നാളെ ഞാൻ മാറി ഒരു കൂട്ടായ്മ ആരംഭിക്കുന്നത് ഒരിക്കലും സഭ എന്ന് പറയാം, ആ പറയുന്ന ആൾക്ക് പറയാം. പക്ഷേ പൊതുസമൂഹത്തിലൊരു സഭയെന്ന് പറയുമ്പോൾ അതിനൊരു സംവിധാനവും ചട്ടക്കൂടുകളുമുണ്ട്. എന്നാൽ ഈ കാലത്ത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നമ്മുടെ പഠിപ്പിക്കലുകളിലോ ആരൊക്കെയോ പഠിപ്പിക്കുന്നതിലോ ഇതൊന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു ലിബറലൈസായിട്ടുള്ളൊരു മൈൻഡാണ് എന്നൊരു പഠിപ്പിക്കൽ കഴിഞ്ഞ പതിറ്റാണ്ടിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ മൂല്യച്യുതി ഈ സമൂഹത്തിനകത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഇന്നും ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിലുള്ള സഭകളെ വിശ്വസിക്കുന്നവരും അത് ഉൾപ്പെട്ട് നിൽക്കുന്നവരും ആ സമൂഹവുമായി ബന്ധപ്പെട്ട് തന്നെ വളരെ ശക്തമായ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയുള്ള സംവിധാനങ്ങളിലുള്ള സഹോദരി സഭകൾ അതൊരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് താമസമിന കേരളത്തിൽ കടന്നു വരും. കാരണം സഭ എന്ന പേരിൽ പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ മധ്യേ അപമതിക്കപ്പെടുന്നത് മനസ്സിലാക്കിയിട്ട് ഇതിനൊരു വിരാമം വേണം എന്ന ചിന്തയോടെ ആ സഹോദരി സഭകളെല്ലാം ഒരുമിച്ച് കൂടി നേതൃത്വം ശക്തമായൊരു ആലോചനയിലേക്ക് വരുന്നുണ്ട്. കർത്താവ് അനുവദിച്ചാൽ അത് വരും ദിവസങ്ങളിൽ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരും. മറ്റ് സംവിധാനങ്ങളെല്ലാം ഈ ഗമാലിയേൽ പറഞ്ഞതുപോലെ അതൊരു വ്യക്തിയിൽ ആശ്രയിച്ച് വരുന്ന ഒരു സംവിധാനമാണ്. അങ്ങനെയുള്ള സംവിധാനങ്ങൾക്കൊക്കെ ഒരു പരിധിക്കപ്പുറം നിലനിൽപ്പില്ല. അവിടെ ഉപദേശത്തിനോ പഠിപ്പിക്കലിനോ ഒന്നുമല്ല പ്രാധാന്യം, വ്യക്തിപ്രഭയാണ്. എന്നാൽ വ്യക്തിപ്രഭയല്ല സഭയുടെ അടിസ്ഥാനം. സഭയുടെ അടിസ്ഥാനം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ നൽകപ്പെട്ട തിരുവെഴുത്തുകളിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആത്മീയ അച്ചടക്കത്തോടു കൂടിയ ദൈവകൃപയിൽ ആശ്രയിച്ച ജീവിതം, അത് മാത്രമാണ് സഭ. മറ്റതെല്ലാം ഒരു കോൺഗ്രിഗേഷൻ, ഒരു കൂട്ടായ്മ മാത്രമാണ്. അപ്പോഴത്തെ ഒരു സംവിധാനം. അതിപ്രധാനമായൊരു ചോദ്യം ചോദിച്ച് ഈ ഒരു അഭിമുഖം ഉപസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ സുശക്തമായൊരു സംഘടനയുടെ തലപ്പത്താണ് ദേവദാസിനെ ദൈവം നിയോഗിച്ചിരിക്കുന്നത്. മാനുഷികമായി നോക്കുമ്പോൾ അലങ്കാരമായ ഒരു പദവി, ബഹുമാനം ലഭിക്കുന്നൊരു പദവി. വെല്ലുവിളി നേരിടാറുണ്ടോ? വ്യക്തി എന്നുള്ള നിലയിൽ ആ പദവിയോടും അല്ലെങ്കിൽ ശുശ്രൂഷയോടും, ഒരു സംഘടനയുടെ ഉത്തരവാദിത്തി എന്നുള്ള നിലയിൽ ആ സംഘടനയോടും
വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ടല്ലോ. എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്യുന്നത്, അതിജീവിക്കുന്നത്? നമുക്കറിയാം, ദൈവപുസ്തകം പഠിക്കുമ്പം, ബൈബിൾ പഠിക്കുമ്പോൾ രണ്ടാമത്തെ പുസ്തകം പുറപ്പാട് പുസ്തകം തുടങ്ങി അതൊരു 14 അധ്യായങ്ങൾ കഴിയുമ്പം ഏറ്റവും വലിയ സഭ അതാണ്, മരുഭൂമിയിലെ സഭ. ആ സഭയുടെ പാസ്റ്ററായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ലീഡറായിരുന്നു മോശ. അദ്ദേഹം 40 വർഷം ആ സഭയെ മുൻപോട്ട് നയിക്കാനിടയായി. അദ്ദേഹം നേരിട്ട വെല്ലുവിളിയോളം ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളും നേരിടുന്നില്ല. അത് വാസ്തവമായ കാര്യമാണ്. സഭ ഭൂമിയിലുള്ള കാലത്തോളം സഭയോട് പോരാട്ടം പിശാചിനുണ്ട്, വ്യക്തികളോടല്ല. ഞാനൊരു ഓവർസർ എന്ന നിലയിൽ എന്നോടായിരിക്കും ആ പോരാട്ടം എന്ന് സമൂഹത്തിന് തോന്നിയേക്കാം. പക്ഷേ എന്നോടല്ല. ഞാൻ വഹിക്കുന്ന പദവി, ആ പദവി ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനത്തോടാണ് പിശാചിന് പോരാട്ടം. അപ്പോൾ അത് മനസ്സിലാക്കി മുഴങ്കാലിൽ പ്രാർത്ഥനയിലും ദൈവഭക്തിയോടുള്ള സമീപനത്തിലും അതിനെ അതിജീവിക്കുകയല്ലാതെ ഇത് മാറിയിട്ട് ഒരു നേതൃത്വത്തിൽ വരാമെന്ന് ഒരാൾക്കും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പോരാട്ടം ഉണ്ടെന്നാണ്, വെല്ലുവിളികളുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, മരുഭൂമിയിലെ സഭയിൽ മോശയ്ക്ക് വെല്ലുവിളി ഉണ്ടായിരുന്നത് ആ സമൂഹത്തിൽ നിന്നുണ്ടായി, കുടുംബത്തിൽ നിന്നുണ്ടായി, ആ വിഭാഗത്തിൽ നിന്നൊക്കെ ഉണ്ടായി. ഇന്നും അതുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷത വരെ അതുണ്ടാവും. അന്ന് വരെ സഭ പണിയപ്പെടും. എന്നാൽ കർത്താവ് പറഞ്ഞൊരു മറുപടി, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാളത്തിൻ്റെ ഗോപുരങ്ങൾ ജയിക്കത്തില്ല. പാതാള ഗോപുരങ്ങളും അതിൻ്റെ പോരാട്ടങ്ങളുമുണ്ട്. പക്ഷേ നമുക്ക് ജയം തരുന്നൊരു കർത്താവ് സഭ പണിയുന്നത് കൊണ്ട് സഭ തളരത്തില്ല, സഭ വളരും. കർത്താവിൻ്റെ വരവ് വരെ ശക്തമായ സഭ മുമ്പോട്ട് പോകും. അനേകരുടെ വിടുതലിന് ഈ സഭ കാരണമായി തീരും. ഒരു സംശയവുമില്ല. ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള ആ കരുത്ത് സംഘടനാ ശക്തിയല്ല, അതിനെ ശക്തീകരിക്കുന്ന കർത്താവിൻ്റെ കൃപയാണ്. അതുള്ളിടത്തോളം ഒരു ഭയത്തിനും കാരണമില്ല. ഏത് കാര്യത്തെയും തരണം ചെയ്യാൻ കർത്താവ് കൂടുണ്ട്. വളരെ ഹൃദയസ്പർശിയാകുന്ന, അപ്പോൾ തന്നെ ആത്മീയ ഉത്തേജനം തരുന്ന ഒരു അഭിമുഖമാണ് ഇത് എല്ലാവർക്കും. ദേവദാസിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ മഹനീയ ശുശ്രൂഷ ആദ്യം പറഞ്ഞതുപോലെ പദവിയായി അല്ല, ഒരു ശുശ്രൂഷയായി, നിയോഗമായി, ഇപ്പോൾ സംസാരിച്ച് നിർത്തിയതുപോലെ മോശ നേരിട്ടപ്പോൾ എങ്ങനെ അതിനെ തരണം ചെയ്തു, അതിനും വലിയൊരു അഭിഷേകം കർത്താവ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഇൻ്റർവ്യൂ ശ്രദ്ധിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുന്നു. കേരള സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങളെ മാത്രമല്ല, പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും, UK-യിലായിരുന്നാലും ലോകരാജ്യങ്ങളിൽ എവിടെയായിരുന്നാലും നമ്മുടെ മാതൃരാജ്യത്തെ മറന്നു പോകാതെ, നെഹമ്യാവ് കൊട്ടാരത്തിലിരിക്കുമ്പോഴും യെരൂശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും തീ വെച്ചും കിടക്കുന്നത് കേട്ടപ്പോൾ അതിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നിങ്ങളെ നടത്തിയവരെയും നിങ്ങളായിരുന്ന മണ്ഡലങ്ങളെയും മറന്നു പോകാതെ അവിടെയുള്ള ഓരോ ദൈവിക പ്രവർത്തനത്തിനും ഒരു ഭാഗവക്കായി തീരുവാൻ പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും സർവശക്തൻ നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് വളരെ താഴ്മയോട് ഓർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലസ് യു.